നമസ്കാരം. ആനന്ദ് സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 6 ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. യുഎസിന്റെ ഉപരോധം നേരിടുന്ന ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുവെന്ന് കാണിച്ചാണ് നടപടി. പാകിസ്ഥാന്റെ കയ്യിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ യുഎസ് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനായി ഒരു കരാർ ഒപ്പിട്ടതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബാർബി പാവകളുടെ വ്യത്യസ്ത രൂപകൽപ്പനയിലൂടെ ശ്രദ്ധ നേടിയ ഡിസൈനർമാരായ മാരിയോ പഗ്ലിനോയും ജിയായി ഗ്രോസിയും അപകടത്തിൽ മരിച്ചു. ജീവിത പങ്കാളികളായ ഇവർ സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. പ്രമുഖ പലസ്തീൻ ആക്ടിവിസ്റ്റും ഓസ്കർ പുരസ്കാരം നേടിയ നോ അതർ ലാൻഡ് ഡോക്യുമെന്ററിയുടെ സഹനിർമ്മാതാവുമായ ഔദ ഹദാലിൻ ഇസ്രായേൽ കുടിയേറ്റക്കാരന്റെ വെടിയേറ്റ് മരിച്ചു. ഗാസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രി സീവ് എൽകിൻ. ഗാസയിൽ ഉടൻ വെടിനിർത്തിയില്ല എങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീന്റെ രാഷ്ട്ര പദവി അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ ശാസനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിയുടെ പ്രതികരണം. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചു പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ. അമേരിക്കയുമായുള്ള ബന്ധങ്ങളിലെ നഷ്ടം ഒഴിവാക്കാൻ യുഎസുമായി ചർച്ചയ്ക്കുള്ള ഏതൊരു അവസരവും ഉപയോഗിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി ബിജെപി. ഇന്ത്യക്കുമേൽ തീരുവ ചുമത്താനുള്ള നീക്കം പരസ്പര ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ളതായി തോന്നുന്നില്ല എന്ന് ബിജെപി വ്യക്തമാക്കി. യുഎസുമായുള്ള വ്യാപാര കരാറിലും തീരുവ നയത്തിലും ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് ബിജെപി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഓണത്തോടനുബന്ധിച്ചും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ. പാർട്ടി അംഗത്വ നടപടികൾ വേഗത്തിലാക്കാൻ തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയ് മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. മൈ TVK എന്നാണ് ആപ്പിന് നൽകിയ പേര്. നടി ഖുശ്ബു സുന്ദറിനെ ബിജെപിയുടെ തമിഴ്നാട് വൈസ് പ്രസിഡന്റായി നിയമിച്ചു. തമിഴ്നാട്ടിൽ ബിജെപി പുതുതായി നിയമിച്ച 14 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലാണ് നടി ഖുശ്ബുവും ഇടം പിടിച്ചത്. രാജ്യത്തെ വിവിധ ബാങ്കുകളിലായി അവകാശങ്ങളില്ലാതെ കെട്ടിക്കിടക്കുന്നത് 67,003 കോടി രൂപ. ഇത്തരം നിക്ഷേപങ്ങളുടെ 87% പൊതുമേഖലാ ബാങ്കുകളിലാണ് ഉള്ളതെന്ന് ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും പിഴയും ചുമത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവയും പിഴയും ചുമത്തിയിരിക്കുന്നു. അദ്ദേഹവും ഹൌഡി മോദിയും തമ്മിലുള്ള എല്ലാ പ്രശംസകളും വെറുതെയായി എന്ന് ജയറാം രമേശ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു. മനുഷ്യക്കടത്ത് കേസിൽ 2 കന്യാസ്ത്രീകളടക്കം 5 പ്രതികളെയും തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ കമനീസ് കുറ്റവിമുക്തരാക്കി. മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിചാരണയ്ക്ക് മുൻപ് തന്നെ കേസ് റദ്ദാക്കുകയായിരുന്നു. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു. IPC 376 വകുപ്പ് അനുസരിച്ച് ഒരേ സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന കേസാണ് വേടനെതിരെ എടുത്തിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം താലൂക്കിൽ വ്യാഴാഴ്ച ഹർത്താൽ. വിദ്യാർത്ഥികളുടെ ജീവന ഭീഷണിയായി സ്കൂൾ മുറ്റത്തിനരികിലൂടെ പോകുന്ന 11 kV ഉൾപ്പെടെയുള്ള വൈദ്യുതി ലൈനുകൾ മാറ്റാൻ 1,70,000 രൂപ അടയ്ക്കണമെന്ന് KSEB. ലൈൻ മാറ്റാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. കേന്ദ്രത്തിൽ BJP ഭരണം തുടർന്നാൽ രാജ്യത്ത് മതസ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്പീഡ് ന്യൂസ് അവസാനിച്ചു. നന്ദി.